ജാതി വിവേചനം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാമൂഹിക മണ്ഡലത്തിൽ, രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ എത്രമാത്രം രൂഢമൂലമായി ഇന്നും നിലനിൽക്കുന്നു, ക്രൂരമായിട്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൽ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട എന്ന് പറയാവുന്ന നിതിൻ രാജിൻ്റെ 23-കാരനായ ദളിത് വിദ്യാർത്ഥിയുടെ മരണം. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. ആത്മഹത്യയാണെന്ന് പറയുന്നുണ്ട്, കൊലപാതകമാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ജാതി മൂലം കൊല്ലപ്പെടുന്ന, വിവേചനം അനുഭവിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, നിരന്തരമായി അവഹേളിക്കപ്പെടുന്ന മനുഷ്യരിങ്ങനെ നിരന്തരം പരാതികളുമായിട്ടൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയോ നവോത്ഥാന മൂല്യങ്ങളുടെ ഒക്കെ ചരിത്രവും വർത്തമാനവും ഒക്കെ പറയുമ്പോൾ പോലും അതിന് ഈ 2026 നിൽക്കുമ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ വിദ്യാഭ്യാസ മേഖലയിലെടുത്താൽ രജനീഷ് ആനന്ദിന്റെ വിഷയം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറയെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ജാതി വിവേചനത്തിനോടൊപ്പം തന്നെ പല പല ലെയറുകൾ ഈ മരണത്തിന് പിന്നിലുണ്ട് എന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ആദ്യം തന്നെ വരുന്നത് ജാതിയാൽ അവഹേളിക്കപ്പെട്ട ഒരാളുടെ, അപമാനിക്കപ്പെട്ട ഒരാളുടെ മാനസികമായിട്ടുള്ള ഒരു അപമാനബോധം, അത് ഡിഫോൾട്ടായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്തേത്, ഇന്ത്യയിലും കേരളത്തിലും നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തെ കുട്ടികളോട് കാണിക്കുന്ന, അധ്യാപകർ കാണിക്കുന്ന ക്രൂരമായിട്ടുള്ള പെരുമാറ്റം, അത് ജാതിക്ക് അപ്പുറത്തേക്ക് നീളുന്നുണ്ട് എന്നുള്ളതാണ്. ജാതിയുടെ ഒരു സംഗതി മാത്രമല്ല, തങ്ങൾക്ക് അധികാരം കാണിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ വിദ്യാർത്ഥികളോട് മുഴുവൻ ഈ അധ്യാപകർ അധികാരത്തിന്റെ, അധ്യാപനം എന്തോ വലിയ ബഹുമാനം അർഹിക്കുന്ന ഒരു സംഗതിയാണ് എന്നൊക്കെയുള്ള പ്രിവിലേജിന്റെ മേലെ നിന്നുകൊണ്ട് കുട്ടികളെ നിരന്തരം അവഹേളിക്കുന്നതിന്റെ ഒരു പ്രശ്നം, അത് ജിഷ്ണു പ്രണോയിയും സിദ്ധാർത്ഥനും തുടങ്ങി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയമായിട്ടുള്ള കുട്ടികളുടെ എണ്ണം നമ്മുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ ധാരാളം നമുക്ക് എടുത്ത് കാണിക്കാൻ. ഇതിനൊക്കെയുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഇതിന് ഉത്തരവാദികളായ, ആരോപണ വിധേയരായ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നിയമ സംവിധാനവും പോലീസും രാഷ്ട്രീയ നേതൃത്വം ഒക്കെ നിന്നിട്ടുള്ളത് എന്നുള്ളൊരു ക്രൂരമായ യാഥാർത്ഥ്യം കൂടെ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും. ഒപ്പം നമ്മളുടെ പ്രതിനിധാനത്തിന്റെ ഒരു പ്രശ്നം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കടന്നു വരുന്നൊരു വാക്കാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും, സ്ഥാപനങ്ങളിലും, പൊതു സ്ഥലങ്ങളിലും, വീടുകളിലും ഒക്കെ ഇൻക്ലൂസീവ്നെസ് സ്വാഭാവികതയായി മാറാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയമായിട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയം. അപ്പോഴാണ് നമ്മൾ പ്രതിനിധാനം ഇല്ല എന്നുള്ളൊരു സംഗതിയിലേക്ക് വരിക. എന്തുകൊണ്ടാണ് ഇവിടെ ദളിത് അട്രോസിറ്റീസിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് പോലും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാത്തതെന്ന് അന്വേഷിച്ചാൽ നിയമ സംവിധാനത്തിൽ തൊട്ട് എന്തുകൊണ്ട് ദളിത് SC/STയുടെയും OBCയുടെയും പ്രാതിനിധ്യത്തിന്റെ കണക്കന്വേഷിച്ചാൽ മതി. നിയമ സംവിധാനത്തിലില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില്, എക്സിക്യൂട്ടീവ് ലെവലില് ഈ പറയുന്ന സംഗതിയില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് IITയിലും IIMലും പോലുള്ള പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുടെ പ്രാതിനിധ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ജനസംഖ്യാനുപാതികമായതിന്റെ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രാതിനിധ്യമാണ്. വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം മാത്രമല്ല, അത് അധ്യാപകരുടെ പ്രാതിനിധ്യം ഇല്ലായ്മയും കൂടി. അതിപ്പോ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടത്തെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ, കോളേജുകളിലും സ്കൂളുകളിലുമുള്ള അധ്യാപകരുടെ ദളിത്, ആദിവാസി, OBC അധ്യാപകരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാവും. ഇവിടുത്തെ എയ്ഡഡ് കോളേജുകളിൽ മുഴുവൻ നിലനിൽക്കുന്നത് ഈ പ്രാതിനിധ്യമില്ലായ്മയാണ്. സവർണ മേധാവിത്വം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനാക്കം കൂട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഏറ്റവും പുതുതായിട്ട് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മുന്നാക്ക സംവരണം എന്ന് പറയുന്ന ഒരു സംഗതി. അതെങ്ങനെയാണ് ഈ സംവരണ തത്വത്തെ തന്നെ അട്ടിമറിക്കുന്നത് എന്നുള്ള കണക്കുകളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ ദളിത് പ്രാതിനിധ്യത്തെയും OBC പ്രാതിനിധ്യത്തെയും SC/ST പട്ടികവർഗ പ്രാതിനിധ്യത്തെയും അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ കുട്ടി മരിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാർ പറയുന്ന നമ്മുടെയൊക്കെ എന്താ പറയാ, ഉള്ളുലയ്ക്കുന്ന രീതിയിലുള്ള കരച്ചിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആ കരച്ചില് സ്വാഭാവികതയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇത്തരം ഒരുപാട് കരച്ചിലുകൾ നമ്മൾ നിരന്തരം വലിയ ഇടവേളകളില്ലാതെ കേട്ടുകൊണ്ടിരിക്കുക. അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുഞ്ഞിന്റെ
ആ അച്ഛന്റെ ഒരു കരച്ചിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ കറുത്ത നിറം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ അവഹേളനമായി മാറിയത് എന്നുള്ളതാണ്. അച്ഛന്റെ ഒരു ചോദ്യം ഭയങ്കര സങ്കടം തോന്നിയൊരു ചോദ്യം എന്താ വെച്ചാൽ, എന്റെ മകൻ അത്രയ്ക്ക് കറുപ്പാണോ, അവനെ കാണാൻ അത്രയ്ക്ക് മോശമാണോ, നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്റെ ചിത്രങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അവമതിപ്പ് തോന്നിപ്പോവാ. ഈ ഒരു സമൂഹത്തിലാണല്ലോ നമ്മളും കൂടെ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള. ഇത് മാത്രമല്ല, ഇതില് ഭൂമിയുടെ വിഷയം കടന്നു വരുന്നത്. ആ കുടുംബത്തിന് ഭൂമിയില്ല, അവര് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് പുറത്തു പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തൊരു വലിയ ചതിയുണ്ട് സത്യത്തിൽ. ആദ്യം തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ കൊലപാതകം എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയും ഇതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരിക്കലും പോകണ്ടാത്തൊരു രീതിയിൽ ഇതിന് ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ അതിനൊരു സംശയമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഒരു ലോൺ എടുത്ത ആപ്പിനെ കുറിച്ച് സംസാരിക്കും, ഹണി ട്രാപ്പിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. ലോൺ എടുത്ത തുകയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി, ഈ മരിച്ച കുട്ടിയുടെ സഹോദരി പറഞ്ഞത് 14,000 രൂപയാണ് എടുത്ത ലോൺ എന്ന് പറയുന്നത്. ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന്. അതെ, ഒരു പൊതുസമൂഹത്തിന്റെ ബോധം അനുസരിച്ച് ഒരു മിഡിൽ ക്ലാസ്സിനെ അപ്പർ മിഡിൽ ക്ലാസ്സിനെ ഒക്കെ സംബന്ധിച്ച് 14,000 രൂപ ലോൺ എടുക്കുന്നതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലും സാധ്യം, ആ 14,000 രൂപയ്ക്ക് പോലും ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയുള്ള ഒരു കുടുംബം. എന്നിട്ടും അവരുടെ മകനെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നു. പഠിച്ച്, ഈ അച്ഛൻ പറയുന്നുണ്ട് അവൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. ഇത് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പൊ പഞ്ചമിയിലേക്കൊക്കെ എത്തുന്നുണ്ടത്. ഇംഗ്ലീഷ് പഠിക്കുന്ന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ദളിത് സമൂഹം അനുഭവിച്ചിട്ടുള്ള ഇവൻ ഇംഗ്ലീഷ് അറിയാം, എന്നിട്ട് ഇവൻ നന്നായി പഠിക്കുമായിരുന്നു. അതിന്റെ അസൂയാണ്, സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ സവർണ മേധാവിത്വത്തിന്റെ ഉള്ളിൽ ഉള്ള എന്താ പറയാ, നമ്മളുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നു എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വലിയ ചരിത്രം കൂടെ അതായിരുന്നു സംസ്കൃതം പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങനെയായിരുന്നു ഇവൻ കൊല്ലപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ അവനെ പെയിന്റ് പണിക്ക് കൊണ്ടുപോകായിരുന്നല്ലോ, എന്റെ കൂടെ ജോലിക്ക് അവനെ വിളിച്ചുകൊണ്ട് പോയിരുന്നല്ലോ എന്ന് പറയുന്നതിന്റെ നിസ്സഹായാവസ്ഥയുണ്ട്. അത് ആ തൊഴിലിലും അവർക്ക് ഉന്നതിയിലേക്ക് വരാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ട് പറ്റുന്നില്ല. സാമൂഹിക നില എല്ലാ കാലത്തും ഇതുപോലെ നിലനിർത്തേണ്ടത് ഈ പറയുന്ന സവർണ മേധാവി. അതില് സർക്കാർ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സംവരണം കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതുവരെ സംവരണം നിർത്തലാക്കാൻ പറ്റാത്തതിന്റെ കാരണം, എന്തിനാണോ സംവരണം കൊണ്ടുവന്നത് അതിന്റെ സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതില്ല. ഈ നിതിൻ രാജന്റെ മരണം ഇതുകൊണ്ട് നമ്മളെപ്പോഴും ആലങ്കാരികമായിട്ട് പറയും, ഇത് അവസാനത്തേതാവട്ടെ, ഇനി ഒരു കരച്ചിലുണ്ടാവട്ടെ, പക്ഷെ ഇതൊരു തുടർക്കഥയായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നിതിൻ രാജിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളും വിദ്യാർത്ഥികളുടെ പത്രങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള, മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആ കോളേജും ആ സ്ഥാപനവും എത്രമാത്രം ഭീകരമാണെന്നുള്ളതാണ്. ഒരൊറ്റ സഹപാഠി പോലും ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അത്രമാത്രം ടെററൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരാളും ആ വീട്ടിലേക്ക് പോകുക, അധ്യാപകരാരും വിളിച്ച് ചോദിച്ചിട്ടില്ല. മാത്രമല്ല ഈ കുട്ടി നിതിൻ രാജിന്റെ അഡ്മിഷന്റെ സമയത്ത് വീട്ടുകാർ കുറേയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സിക്ക് റൂമിലാണ് അഡ്മിഷൻ കൊടുത്തത്. മറ്റു ഹോസ്റ്റലിലെ മറ്റു റൂമുകളൊക്കെ ഒഴിവുള്ളപ്പോഴും എന്തുകൊണ്ട് നിതിൻ രാജിന് സിക്ക് റൂമിൽ? അപ്പൊ ഇവര് പറയുന്നത്, കോളേജ് പറയുന്നത് പ്രവേശനം അപേക്ഷിക്കാൻ വൈകി എന്നത് കൊണ്ടാണ്. പക്ഷെ കുടുംബം പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു, മറ്റു റൂമുകളൊക്കെ ഒഴിവുണ്ടായിരുന്നു. അപ്പൊ ഈ ദളിത് വിവേചനത്തിന്റെ ഒരു പ്രകടമായിട്ടുള്ള ഇത് തുടക്കം മുതലേ വരുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതിസ്ഥാനത്തുള്ള അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ കെ റാമിനെതിരെ മുൻപ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരാതിയിൽ സസ്പെൻഷൻ കിട്ടിയില്ല. അയാൾക്ക് 2 മാസം സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. മാത്രമല്ല ഇദ്ദേഹം നിരന്തരം വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ജാതീയമായിട്ട് അപമാനിക്കുക, പുസ്തകങ്ങൾ വലിച്ചു കയറിയെറിയുക, പിന്നെ മാർക്ക് കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ നിരന്തരം പരാതികളുള്ള ഒരു അധ്യാപകനാണ്. ഇയാൾക്ക് എങ്ങനെയാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആ സ്ഥാപനത്തിൽ തുടരാൻ കഴിയുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. മാത്രമല്ല ഈ സ്ഥാപനത്തിനെതിരെ തന്നെ, ഈ ശാസ്ത്രീയ മേഖലയിലുള്ള സ്ഥാപനമാണ്, ഇതിന്റെ ഈ സർക്കാർ അഡ്മിഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള തുകയിൽ കൂടുതൽ വാങ്ങി എന്ന് പറഞ്ഞിട്ട് സ്ഥാപനത്തിനെതിരെ പരാതി ഉയരുകയും മെഡിക്കൽ കൗൺസിലിൽ അന്വേഷണമൊക്കെ നടന്നതാണ്. അന്ന് ഈ രോഗികളെയും, നിശ്ചിത ശതമാനം രോഗികളും
അധ്യാപകരെയും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് മെഡിക്കൽ കൗൺസിലിന് മുന്നിൽ ഈ കോളേജ് പ്രദർശിപ്പിക്കുകയും അതിൽ 10ഓളം ഡോക്ടർമാർക്കെതിരെ വ്യാജ അധ്യാപകരായിട്ട് പ്രത്യക്ഷപ്പെട്ട 10 ഡോക്ടർമാർക്കെതിരെ എത്തിക്സ് കമ്മിറ്റി നടപടിയെടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അടിമുടി അഴിമതിയും പിന്നെ ഭീകരതയും നിറഞ്ഞിട്ടുള്ളൊരു സംവിധാനമാണ്. അത് സ്വാഭാവികമാണ് തോന്നുന്നു ഇത്തരം വിവേചനവും. അപ്പോൾ അങ്ങനത്തെ സ്ഥാപനത്തിൻ്റെ അകത്ത് നിതിൻരാജിനെ പോലുള്ള ഒരു ദളിത് വിദ്യാർത്ഥി നേരിടേണ്ടി വരുന്നത് ഈ പറഞ്ഞ പോലെ അത്യന്തം സ്വാഭാവികവൽക്കരിക്കപ്പെട്ടുള്ളൊരു വിവേചനമാണെന്നൊക്കെ വളരെ വ്യക്തമാകും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന SC/ST വിദ്യാർത്ഥികളിൽ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അത് കിലയും തദ്ദേശ സ്വയംഭരണ വകുപ്പും SC/ST വികസന വകുപ്പും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് പഠനം ഉപേക്ഷിക്കുന്ന SC/ST വിദ്യാർത്ഥികളിൽ 4.4% പേരും ജാതി വിവേചനം മൂലമാണ് പഠനം ഉപേക്ഷിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. അതായത് 2004 രജനി സാനന്ദിന്റെ മരണത്തിന് ശേഷം തയ്യാറാക്കിയുള്ള 2009 നടന്നുള്ള പഠനമാണ്. ആ പഠനത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് മുൻപിലുണ്ട്. അതിനുശേഷം അത് പക്ഷേ ആ പഠനം കൃത്യമായിട്ട് വിലയിരുത്താനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും പിന്നീട് വന്ന ഒരു സർക്കാരും മെനക്കെട്ടിട്ടില്ല. അതിനുശേഷം എത്രയോ ഇതുപോലെയുള്ള കൊലപാതകങ്ങളുണ്ടായി, സ്ഥാപനവൽകൃത കൊലപാതകങ്ങളുണ്ടായി. അടുത്ത നമ്മുടെ ഓർമ്മയിലുള്ളത് കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം ഗവേഷക വിദ്യാർത്ഥിയായുള്ള വിപിൻ വിജയന്റെ ഉദാഹരണമാണ്. ഒരു സംസ്കൃതം പഠിക്കാൻ ചെന്നിട്ടുള്ള ദളിത് വിദ്യാർത്ഥിയോട് നീ പുലയൻ എന്നുള്ള നിന്റെ പേരിന്റെ വാല് തന്നെയാണ് നിന്റെ പ്രശ്നം എന്ന് പറയുക മാത്രമല്ല, റൂമിലേക്ക് കയറിയതിന് FIR ഉള്ളതാണ് അതൊക്കെ. റൂമിലേക്ക് കയറിയതിന് വെള്ളം തെളിച്ച് ശുദ്ധിയാക്കിയിട്ടുള്ള ഒരു ഡീൻ, ഡോക്ടർ CN വിജയകുമാരി എന്ന് പറഞ്ഞ സംസ്കൃത വിഭാഗം ഡീന് ഹൈക്കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഈ വിപിൻ വിജയന്റെ PhD പ്രബന്ധം പാസ്സാക്കി അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞ ചെയർമാന്റെ പ്രപ്പോസലും അരുത് എന്ന് പറഞ്ഞ ഡീനിന്റെ പ്രപ്പോസൽ ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലേക്ക് വിട്ടിരിക്കുകയാണ് VC. അതെന്താവുന്ന എങ്ങനെയാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഓർമ്മ വരുന്നതാണ്. അപ്പൊ അത്രത്തോളം ഉദാഹരണങ്ങൾ അതിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഒരു തരത്തിലുമുള്ള ഒരു ആലോചനയോ നമ്മളെ സർക്കാരിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. ഈ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ SFIയും KSCയും KCയും ഒക്കെ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്. അവരൊന്നും ഈ കാര്യത്തിൽ ഇപ്പൊ ഈ നിതിൻരാജിന്റെ മരണത്തെ പോലും അതൊരു അത്ഭുതകരമാണ്. ഇപ്പൊ കേരളത്തിലാണോ നടക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതം കൂറേണ്ട ഒരു കാര്യമില്ല. കേരളത്തിലും ഇത്തരം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ UGCയുടെ കണക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ദളിത് പീഡനത്തിനെ ചർച്ച ചെയ്യുമ്പോൾ കേരളം കൂടി അതിന്റെ ഈ ഒരു അവിഭാജ്യമായിട്ടുള്ള ഭാഗമായി തീർന്നിരിക്കുന്നു എന്ന് നിർലജ്ജം പറയേണ്ടി വരും. ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഇതിലപ്പുറത്ത് ക്രിയാത്മകമായിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് അതൊന്നും മാറുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പോലെ ഇത് തുടർച്ചയായി സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അത് വിദ്യാർത്ഥി സംഘടനകളായാലും അതുപോലെ തന്നെ സർക്കാരുകളായാലും അതിന് ക്രിയാത്മകമായിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഉണ്ടായാലേ ഇത് അല്പമെങ്കിലും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിതിൽ ഈ ദളിത് പ്രാതിനിധ്യം ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ദളിത്, ആദിവാസി, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എന്തെന്ന് തോന്നുന്നു. അതായത് ഈ 2021-22 അഖിലേന്ത്യാ ഉന്നത വിദ്യാഭ്യാസ സർവേയുടെ ഒരു കണക്ക് പ്രകാരം 15.3% ഇന്ത്യയിലെ മൊത്തം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ SC വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം. അതുപോലെ ST വിദ്യാർത്ഥികളുടേത് ഏകദേശം 6.3%. ഇപ്പൊ 2025 വീണ്ടും ഒരു പാർലമെന്ററി റിപ്പോർട്ട് വന്നതിൽ പറയുന്നത് 14.9% വീണ്ടും കുറഞ്ഞു. അതായത് 15.3% ഉണ്ടായിരുന്ന SC പ്രാതിനിധ്യം 14.9 2025 എത്തുമ്പോൾ കുറയുകയാണ്. അതുപോലെ ST പ്രാതിനിധ്യവും കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 5% ഇന്ന് ഇന്ത്യയിലെ മൊത്തം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള SC/ST മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഈ പ്രാതിനിധ്യത്തിനൊപ്പം തന്നെ ഇതിൽ എത്ര വിദ്യാർത്ഥികൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പം അതിൽ ഈ ഡ്രോപ്പ് ഔട്ടിന്റെ കണക്കുകൾ പറയുമ്പോൾ ഏകദേശം 13,626 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോയിട്ടുള്ളത്. അതിലും ബഹുഭൂരിപക്ഷവും ഉള്ളത് SC/ST വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഏകദേശം 4,596 OBC വിദ്യാർത്ഥികൾ, 2,424 SC വിദ്യാർത്ഥികൾ, 2,622 ST വിദ്യാർത്ഥികൾ.
അതായത് ഇപ്പൊ ST വിദ്യാർത്ഥികളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ളതിൽ 2622 പേരും ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ ഡ്രോപ്പ് ഔട്ടിനൊപ്പം തന്നെ അതുപോലെ തന്നെ ഈ ആത്മഹത്യകൾ 2014 മുതൽ 2023 വരെയുള്ള IIT-കളിലെ കണക്കാണ്. IIT-കളിൽ ഏകദേശം പ്രതിവർഷം 4 ആത്മഹത്യകളെങ്കിലും നടന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. അതിൽ 2021 വരെ 2014 മുതൽ 2021 വരെ 34 ആത്മഹത്യകൾ. അതിൽ പകുതിയിലധികം പേരും SC അല്ലെങ്കിൽ OBC ST പശ്ചാത്തലങ്ങളിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യത്തിനൊപ്പം തന്നെ അധ്യാപകരുടെ പ്രാതിനിധ്യം അത് ഇപ്പൊ 2021 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിലുള്ള 23 IIT-കളിലെ 22 IIT-കളും അധ്യാപക നിയമനങ്ങളിലെ സംവരണം അത് പാലിക്കുന്നില്ല. ഇന്ത്യയിലെ 23 IIT-കളിലെ 22 പാലിക്കുന്നില്ല. അതുപോലെ തന്നെ 8 IIT-കളിൽ 8 IIT-കളിലും 7 IIM-കളിലും ഇതിലൊക്കെ 80% ഫാക്കൽറ്റികളും ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതുപോലെ IIT മുംബൈയില്, IIT ഖരഗ്പൂരില് ഇതിലെ 700-ലധികം ഫാക്കൽറ്റി തസ്തികകളിൽ 90% ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം. ഈ ഒരു ഒറ്റ ചെറിയ കണക്കും കൂടെ ഞാൻ അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാം. IIT ഡൽഹിയിലെ 14 ഡിപ്പാർട്ട്മെന്റുകളില് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാള് പോലും പഠിപ്പിക്കുന്നില്ല. 14 എണ്ണത്തില് 24 ഡിപ്പാർട്ട്മെന്റില് SC ഫാക്കൽറ്റിയേ ഇല്ല. 15 ഡിപ്പാർട്ട്മെന്റുകളിൽ ST ഫാക്കൽറ്റി ഇല്ല. 9 ഡിപ്പാർട്ട്മെന്റുകളിൽ OBC ഫാക്കൽറ്റിയും ഇല്ല. ആകെ IIT ഡൽഹിയിലുള്ളത് 27 ഡിപ്പാർട്ട്മെന്റുകളാണ്. അതില് ചില ഈ പകുതിയിലേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇവരുടെ ഒരാൾ പോലുള്ള പ്രാതിനിധ്യം SC വിഭാഗത്തിൽ നിന്നില്ല, ST വിഭാഗത്തിൽ നിന്നില്ല, OBC നിന്നില്ല എന്നുള്ളത് എത്ര ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. അതുപോലെ കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ ജാതി കോളനികളെ കുറിച്ചുള്ള പഠനങ്ങൾ, കൃത്യമായ ഡാറ്റ നമ്മുടെ മുന്നിലുണ്ട്, പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. അതായത് NSSന്റെ ചില കോളേജുകളിൽ നായന്മാരായിട്ടുള്ള അധ്യാപക അനധ്യാപക ജീവനക്കാർ മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, സ്റ്റാഫ് റൂമുകളുണ്ട്. മാത്രം ഈ എയ്ഡഡ് മേഖലയിലെ സംവരണം നടപ്പിലാക്കാൻ സർക്കാരിന് മുന്നിൽ നിയമപരമായോ സാമൂഹികമായുള്ള ഒരു തടസ്സങ്ങളുമില്ല. അതായത് കേരളത്തിൽ ഇപ്പോൾ NSS മാത്രമാണ് ഇതിൽ നിൽക്കുന്നത്. ഇപ്പൊ MESO, SNDPO പോലുള്ള സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനെ അനുകൂലിക്കുകയാണ്. അതിന് അനുകൂലമായുള്ള റിപ്പോർട്ടുകളടക്കം സർക്കാരിന് മുൻപിലുണ്ട്. എന്നിട്ടും ഒരു സമവായ ചർച്ച രീതിയിൽ അവതരിപ്പിക്കാനോ നിയമസഭയിലെ ഒരു ഇതായിട്ട് കൊണ്ടുവരാനോ ഒന്നും ഒരു സർക്കാരും ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ എത്രമാത്രം ശക്തമാണ് ഈ സവർണ ജാതി മേധാവിത്വ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പ്രകടമാണ്. യഥാർത്ഥത്തിൽ ഈ ദളിത്, ആദിവാസി, അടിസ്ഥാന ജനവിഭാഗങ്ങളിലെ മനുഷ്യർ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് സാമൂഹ്യമായിട്ടും ആശയപരമായിട്ടും ചിന്താപരമായിട്ടും ഒക്കെ പുരോഗമിച്ച് പോകുന്നവർ. നേരെ തിരിച്ചിപ്പോ ഈ ഒരു ഇൻസിഡന്റ് തന്നെ ആലോചിച്ച് കഴിഞ്ഞാല് അതിന്റെ നേർ വിപരീതമാണ് ശരിക്കും. അതായത് ഏതോ നൂറ്റാണ്ടുകളിലെ ചിന്തയാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു സവർണ വിഭാഗത്തെ ഇപ്പം ഈ പറയുന്ന അധ്യാപകരെയൊക്കെ നയിക്കുന്നത് എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ IIT-കളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള, ഇപ്പൊ കേരളത്തിലും അത്തരം സംഗതികൾ സംഭവിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ഗ്രാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ഈ ഇഷ്യൂനെ പറ്റി പറയുമ്പോൾ എല്ലാ കാലത്തും പറഞ്ഞിരുന്ന ഒരു സംഗതി, ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി ഗ്രാന്റ്സിന്റെ ആൾക്കാരാരാണ്, സ്കോളർഷിപ്പ് കിട്ടുന്ന ആൾക്കാരാരാണെന്ന് ഈ കുട്ടികളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് പരിഹാസ രൂപേണ ചോദിക്കുകയും അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഒരു മാനസിക ആഘാതം എന്ന് പറയുന്നത്. അത് നീണ്ടു നിൽക്കുന്നത് ഈ ഗ്രാന്റ്സ് ഇവർക്ക് ഇതൊരു ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഈ ഗ്രാന്റ്സിനെ നേരിടുന്നത്. എങ്ങനെയാണോ സംവരണം ഔദാര്യമാണ് എന്ന് സവർണ മേധാവിത്വവും ഉദ്യോഗസ്ഥ മേധാവിത്വവും കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ പ്രയോഗത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാന്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത് അവകാശമാണ്. ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ SC/ST വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അവകാശമാണ് എന്നുള്ളത് അവകാശബോധത്തോടു കൂടി വാങ്ങിക്കാൻ ഇന്ന് വരെ ഒരു കുട്ടിക്കും സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിതിൻ രാജിന്റെ അച്ഛൻ പറഞ്ഞ ഒരു വാചകവും കൂടെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നത്, അവൻ ടീഷർട്ടും ബർമൂഡയും ഇട്ടിട്ട് ക്യാൻറ്റീനിൽ പോയ സമയത്ത് അത് ഊരിച്ചു സീനിയർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നുണ്ട്. ഇത് കേരളത്തിലാണോ സംഭവിക്കുന്നതെന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോവുക. എന്നിട്ടും അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ കുട്ടിയെ തിരിച്ചു വിളിച്ചില്ല? അങ്ങനെ ചോദിക്കുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട്.
അവകാശ ബോധമുണ്ട്. ഇവൻ തിരിഞ്ഞു നിന്ന അധ്യാപകന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. യു ഇഡിയറ്റ് എന്ന് വിളിച്ചപ്പോ സെയിം ടു യു എന്ന് അവൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ കൂടി ആവണം ഒരു പക്ഷെ കൂടുതൽ ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവുക. ഈ കുട്ടികളും നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടിയും കാണാൻ വന്നിട്ടില്ല എന്നുള്ളത്. എത്രമാത്രം ടെററൈസ്, അതായത് ഭയപ്പെടുത്തി നിൽക്കുന്ന, അതായത് ഒരു അധ്യാപകൻ തൊട്ട് ഒരു സിസ്റ്റം വരെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഭയപ്പെടുത്തി നിർത്തുന്നത് എന്നാണ്. തിരുവനന്തപുരത്ത് തന്നെ ബിന്ദു എന്ന് പറയുന്ന വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീക്ക് ഒരു മോഷണം എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ തന്നെ പോലീസ് ഭയങ്കര ജാഗരൂകരാവുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. പച്ചവെള്ളം പോലും കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. ഒരു സംശയവും അവിടുത്തെ പോലീസ് സംവിധാനത്തിന് തോന്നിയിട്ടില്ല. ഇവര് മോഷ്ടിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് വന്നില്ല. വളരെ സ്വാഭാവികമാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ, അത് വിനായകനായാലും ബിന്ദു ആണെങ്കിലും ഒക്കെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് ഡിഫോൾട്ടായിട്ട് അത് അവരാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ അപമാനം വരുമ്പോൾ ഇവർക്ക് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പറ്റാതെ വരുന്നത്. ആ ഒരു സാമൂഹിക സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. ഇപ്പൊ മറ്റൊരു കാര്യം, IIT പോലുള്ള സ്ഥാപനങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രൊഫഷണൽ കോളേജുകളിൽ വരുന്ന മറ്റു കുട്ടികളുടെ സാമൂഹിക നില എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതെപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നല്ല ഭാഷയിൽ നല്ല കോട്ടയിലാണ്, നല്ല ഭാഷയിൽ സംസാരിക്കുന്ന, നല്ല ഉടുപ്പുകൾ ഇടുന്ന, ചെലവാക്കാൻ ആവശ്യത്തിന് പണം കയ്യിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഈ കുട്ടികളുള്ളത്. അവർക്ക് അവരുടെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ ഈ സാമൂഹിക നിലയിലേക്ക് വരാൻ ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. ഈ കോമ്പറ്റീഷനാണ് വലിയ രീതിയിൽ എന്തുണ്ടാക്കുന്നത്, ഇവരിലെ അപകർഷബോധവും ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു തോന്നല് സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ച് ആവേണ്ട. അവിടെ വരുന്ന കുട്ടികളിലും അവിടെ വരുന്ന അധ്യാപകരിലും ഒക്കെ അതുണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഈ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാവണം. ഇതിനെതിരായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന ബോധം പോലും ഉണ്ടാവണമെങ്കിൽ ഈ പ്രാതിനിധ്യം ഉണ്ടായേ പറ്റൂ. സർക്കാർ സംവിധാനങ്ങളിൽ നമ്മളിപ്പോഴും പറയും, സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ പറ്റി പറയുന്ന സമയത്ത് പറയും, എത്ര മന്ത്രിമാര് സ്ത്രീകളായിട്ടുണ്ട്, എത്ര MLA സ്ത്രീകളായിട്ടുണ്ട്. ഇതേ ചോദ്യം ഇവിടെയും ചോദിക്കേണ്ടതുണ്ട്. ഈ സംവരണ സീറ്റുകളിൽ അല്ലാതെ എത്ര ആളുകൾക്ക് മത്സരിക്കാനും ജയിക്കാനും, ജയിക്കുന്ന സീറ്റുകളിൽ മത്സരിച്ച് ജയിക്കാനുള്ള അവസരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഒരു നിയമനിർമ്മാണം നടത്തി അത് നടപ്പിലാക്കാനായിട്ട് എത്ര ദളിത്, ആദിവാസി, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു നിയമനിർമ്മാണവും നിയമത്തിന്റെ എക്സിക്യൂഷൻ നടക്കാം. എക്സിക്യൂട്ടീവിലേക്ക് വരുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥരുടെ ശതമാനക്കണക്കെടുത്ത്, സർക്കാർ ഉദ്യോഗസ്ഥരത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഇപ്പോഴും ജനസംഖ്യാനുപാതികമായിട്ടാണോ ഈ പ്രാതിനിധ്യം ഉള്ളത്? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പൊതുസമൂഹം ഇൻക്ലൂസീവ് ആവുക എന്ന് പറയുന്ന ഒരു ഐഡിയലിസ്റ്റിക് സിറ്റുവേഷനിലേക്ക് വരുള്ളൂ. അത് നമ്മളുടെ നിരത്തുകൾ തൊട്ട്, വെർച്വൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തൊട്ട്, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തൊട്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സകല സ്ഥലത്തും ഈ പ്രാതിനിധ്യമില്ലായ്മ തന്നെയാണ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇന്റർവെൻഷന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒപ്പം അതന്നെയാണ് ഈ പൊതുബോധത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഗതി. ഇപ്പൊ ഈ ഗ്രാൻഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ദളിത് ആദിവാസി സംഘടനകള് മുന്നോട്ട് വെച്ചൊരു അവകാശ പത്രികയുണ്ട്. അതിലവർ പറയുന്നത് 150ഓളം SC ST വിദ്യാർത്ഥികൾ സമീപകാലത്ത് ഈ ഗ്രാൻഡ് നിഷേധം മൂലം വിദ്യാഭ്യാസത്തിൽ പുറത്തായിട്ടുണ്ടെന്നാണ്, പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതെ, ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു നിതിൻ രാജിൻ്റെതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും ഈ 150 പേരടക്കമുള്ള, പുറത്തുപോയ 150 പേരും അകത്തുള്ള പഠനം തുടരുന്ന ഈ വിദ്യാർത്ഥികളും ഫേസ് ചെയ്യുന്നുണ്ടാവുക, ഈ സിസ്റ്റത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടാവുക. മാത്രമല്ല ഈ തുച്ഛമായിട്ടുള്ള ഒരു ഗ്രാൻഡാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ സ്റ്റൈപ്പൻഡിലായാലോ ഹോസ്റ്റൽ ഫീസിലായാലോ പോക്കറ്റ് മണിയിലൊക്കെ ആയാലോ വളരെ തുച്ഛം. ഇപ്പൊ നമ്മള് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളൊക്കെ തുടങ്ങി. അതിന്റെ മേന്മകൾ കൊട്ടിഘോഷിച്ച് നമ്മുടെ മുന്നിലുണ്ട്. കോഴ്സുകളുടെ വൈവിധ്യം, പിന്നെ ഇൻഡസ്ട്രിയുമായിട്ടുള്ള കോപ്പറേഷൻ, പലതരത്തിലുള്ള വൈവിധ്യവൽക്കരണത്തിന് ഒരു മേഖലയാണ്. അതിലിപ്പോൾ ഒരു വയനാട്ടിൽ നിന്നൊരു കുട്ടിക്ക് എറണാകുളത്തോ തിരുവനന്തപുരത്തോ പോയി പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫീസ് അയാൾക്ക് കിട്ടുന്നില്ല. അവർക്ക് ഒരിക്കലും തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. രജനീയ ആനന്ദിന്റെ സമയത്ത് അവരുടെ മരണത്തിന് കാരണമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള
ഹോസ്റ്റൽ ഫീസും സ്റ്റൈപ്പൻഡും പോക്കറ്റ് മണിയും ഒക്കെ തന്നെയാണ് ഇന്നും 1400 രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് 10% വർധന. 10% വർധന എന്ന് പറഞ്ഞ് അതിന്റെ വലിപ്പത്തെ കൂട്ടും. 1400 നിന്ന് 140 രൂപയുടെ വർധനവേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ഈ കാലത്ത് എന്നുള്ളതാണ്. ഇപ്പൊ ഫോൺ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് ആദിശക്തി സമ്മർ സ്കൂളിന്റെ ലിഡിയ സംസാരിക്കുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള പൈസ തികയോ ഇത് എന്നുള്ളതാണ് ചോദ്യം. കുട്ടികളെ എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സ്കോളർഷിപ്പും പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുന്നത്. ഈ 145 രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മാസത്തെ ഫോണിന് ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിദ്യാഭ്യാസം ഡിജിറ്റൽ ഡിവൈഡ് ഇല്ല എന്നൊക്കെ പറയും. അതായത് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാവുകയും അത് മാസം മാസം ചാർജ് ചെയ്യാനുള്ള ഒരു പണം പോലും ഈ പറയുന്ന 10% വർധനവിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ യാഥാർത്ഥ്യം. ഈ ഉൾക്കൊള്ളൽ എന്നുള്ളതിനപ്പുറത്ത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ശരിക്കും ഈ സിസ്റ്റം. അതായത് ഇപ്പൊ ഈ 2 വർഷം മുമ്പോ മറ്റോ ആണ് ഒരു ധൻബാദ് IIT-യിൽ ഒരു വിദ്യാർത്ഥി ഫീസ് അടയ്ക്കാൻ ഒരു ദളിത് വിദ്യാർത്ഥി ഫീസ് അടയ്ക്കാൻ അവസാനത്തെ ദിവസം എന്തോ കാരണം കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റാതെ പോയതിനു ശേഷം ആ കുട്ടി പിന്നീട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം അനുകൂലമായിട്ടുള്ള വിധി കൃത്യമായിട്ട് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ AS അവിടുത്തെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അവിടുത്തെ PhD അഡ്മിഷനിൽ അതായത് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഒരു മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്കിൽ ഇതുപോലെ SC ST OBC വിഭാഗത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിടൽ അത് RTI വഴി അവര് പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഇത്തരം വിദ്യാർത്ഥികളെ പുറത്താക്കാൻ അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ശരിക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പലതിലും നടക്കുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള SC ST സെല്ലുകളുടെ പ്രവർത്തനത്തിനെ കുറിച്ച് വ്യാപകമായുള്ള വിമർശനം അക്കാദമിക് വിദഗ്ധർ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിലെയും SC ST പരാതികൾ കൊടുക്കാനുള്ള ഈ സംവിധാനത്തിന് സ്വയം ഭരണം അധികാരമില്ലെന്ന് മാത്രമല്ല എല്ലാ അംഗങ്ങളും നോമിനേറ്റഡ് അംഗങ്ങളായിരിക്കും. അത് നോമിനേഷനിലെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഫലത്തിൽ സ്ത്രീ വിരുദ്ധവും ദളിത് വിരുദ്ധവുമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ SC ST സെല്ലുകൾ പരാതി കൊടുക്കാനുള്ള ഈ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്താണ് ഒരു ജാതി വിവേചനം തടയുന്നതിനുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം തടയുന്നതിന് UGC ഒരു ചട്ടം കൊണ്ടുവന്നത്. അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും പുതിയ കരട് ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പൊ ഈ UGCയുടെ ഈ ജാതി വിവേചനത്തിനെതിരായുള്ള UGCയുടെ സമീപനത്തിൽ തന്നെ അതിൻ്റെ ഒരു ഇരട്ടത്താപ്പും അതിൻ്റെ ഉള്ളടങ്ങിയിട്ടുള്ള വിവേചന ബോധവും നമുക്ക് വ്യക്തമാകും. അതായത് അതിൽ പറയുന്നത് ഇപ്പൊ UGC പരിധിയിൽ വരുന്ന 1168 സർവകലാശാലകളും 45,000-ലേറെ കോളേജുകളും മാത്രമേ ഈ ചട്ടത്തിന് പരിധിയിൽ വരുന്നുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ IIM-കൾ, IIT-കളിൽ, പോളിടെക്നിക്കൽ കോളേജുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊന്നും, അതായത് ജാതി കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു വലിയ വിഭാഗം സ്ഥാപനങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതും ഒരു കാര്യം. പിന്നെ അതിലെ വിവേചനത്തിന് തന്നെ ഒരു കാറ്റഗറൈസ് ചെയ്തതിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് അഡ്മിഷൻ തൊട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സിലുള്ള വിവേചനം, പിന്നെ ക്ലാസ് റൂമിലുള്ള വിവേചനം, പിന്നെ ജാതീയമായിട്ടുള്ള റാഗിങ്, ഈ അടിസ്ഥാന കാര്യങ്ങളൊന്നും ജാതി വിവേചനത്തിന്റെ പരിധിയിൽ വരുന്നില്ല. അവയൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിവേചന പരാതികൾ പരിശോധിക്കാൻ VC അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രതി തന്നെ ജഡ്ജിയാക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം ഈ രോഹിത് വെമുലയുടെ കേസിലൊക്കെ സ്ഥാപനത്തിന്റെ മേധാവി തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോൾ VC-മാരും ഡയറക്ടർമാരും തന്നെയാണ് ഒന്നാം പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ അവർ തന്നെ അതിന്റെ അന്വേഷണത്തിന്റെ ചുമതല ഉള്ള ഒരു പൊസിഷനിലേക്ക് വരികയാണ്. അപ്പോൾ ജാതി വിവേചനം തടയാനെന്ന പേരിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കാദമിക് സംവിധാനം UGC കൊണ്ടുവരുന്ന നിയമത്തിൽ പോലും ഇതുപോലുള്ള സ്ഥാപനവൽകൃതമായിട്ടുള്ള വിവേചനത്തിന്റെ എലമെന്റുകൾ തന്നെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. നമ്മൾ വികസനത്തെ കുറിച്ചിട്ട് സംസാരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ തന്നെ ഒരു ചർച്ചയിൽ ഗീതാനന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്. വികസനം എങ്ങനെയാണ് വികസനമായി മാറുന്നത്? നമ്മൾ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരികയോ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയോ ചെയ്യുമ്പോൾ അതല്ല വികസനം. അത് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് കൂടി അനുഭവവേദ്യമാവുന്ന സമയത്ത് മാത്രമാണ് വികസനം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് ആർക്ക് വേണ്ടിയാണ്? ഒരു മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും വേണ്ടിയിട്ടുള്ള
അവരുടെ ജീവിത നിലവാരം പിന്നെയും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, അത് വേണ്ടെന്നല്ല, അത് ഓഫ്കോഴ്സ് ഒരു സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തണം. പക്ഷേ ഇതിൽ നിന്ന് നിരന്തരം പുറന്തള്ളപ്പെടുകയും കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും കൂടുതൽ കൂടുതൽ അവഹേളനങ്ങളിലേക്കും അപമാനത്തിലേക്കും ഇതേ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ പുറന്തള്ളപ്പെടുന്ന മനുഷ്യര് അത് തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ നമ്മുടെ പ്രത്യയശാസ്ത്രപരമായിട്ട് നേരിടുകയാണെങ്കിൽ അതിവിടെ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാ. നിങ്ങൾ വലിയ റോഡുകളും ഉണ്ടാക്കുന്ന സമയത്ത് അതിലൂടെ ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന മനുഷ്യർക്ക് അത് സംഭവിക്കുന്നുള്ളൂ. അല്ലാത്ത മനുഷ്യര് എന്ത് സംഭവിക്കും? കേരളയെ പറ്റിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേരളയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മനുഷ്യര്, ഇപ്പൊ വന്ദേ ഭാരത് വന്നു, വന്ദേ ഭാരതിൽ സഞ്ചരിക്കുന്ന ക്ലാസ്സിനെ നമ്മൾക്ക് നോക്കിയാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ട് വന്ദേ ഭാരത് ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ അതിലേക്ക് കയറാനും ഇറങ്ങാനും നിൽക്കുന്ന മനുഷ്യരെ, അതിനുള്ളിൽ കാണുന്ന മനുഷ്യരുടെ ക്ലാസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതേ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഒരു പാസഞ്ചർ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ പാസഞ്ചറിലും മറ്റ് ട്രെയിനുകളിലും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ വേണ്ടി ഇടികൂടുന്ന കേരളത്തിലുള്ള മനുഷ്യരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് പോയ വന്ദേ ഭാരതിൽ പോകാൻ പറ്റുന്നില്ല? കാശില്ലാത്തത് കൊണ്ട് തന്നെയാണ്, ആ ക്ലാസ്സിൽ പെടാത്ത ആളുകളായതുകൊണ്ട് തന്നെയാണ്. അപ്പോ ഈ വികസനത്തിന്റെ കെട്ടുകാഴ്ചകളായിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അതിന്റെ വിദ്യാഭ്യാസ ചട്ടക്കൂടിനെ മാറ്റിയിട്ടും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടും വലിയ വലിയ നിലകൾ പണിതിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്ത് നിന്ന് 5ാം നിലയിൽ നിന്ന്, അങ്ങനെ ഉണ്ടാക്കി വെച്ച 5ാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു നിതിൻ രാജ്മാര് തന്നെയാണ്. വികസനമല്ല ഇവിടെ നടക്കുന്നത്, അപമാനവും അവഹേളനവുമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവെന്ന് പറയുന്നത്.